ഓക്കെ സാർ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. മഹിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാൻ കണ്ണേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതൊരു ജോലിയല്ലേ? അങ്ങനെ കണ്ണിന് നല്ലൊരു കാഴ്ചയാണോ ഞാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. അച്ഛനോ? ഈ ക്യാബിനിലേക്ക് വരുന്നേനെ ഒരു മാനേഴ്സ് ഒക്കെ ഉണ്ട്. ഒന്ന് നോക്ക് ചെയ്തിട്ടൊക്കെ വരാം. എന്തോ? ഇത് വീടല്ല, എന്റെ ഓഫീസാണ്. അയ്യോ, ഇവിടേക്ക് ആര് വന്നാലും അത് മുൻകൂട്ടി അറിയിച്ചിട്ടാണ് വരാറ് പതിവ്. ആണോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇനി തെറ്റുപറ്റാതിരിക്കാൻ നോക്കാം. അച്ഛനെന്താ വന്നത്? എന്തിനാ വന്നോ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? പറ്റില്ല. അച്ഛനും മോളും തമ്മിലുള്ള സംസാരത്തിനിടയിലെ ഭർത്താവാണെങ്കിലും കാഴ്ചക്കാരനായിട്ട് കേട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അതെന്താണ് ചോദിക്കുന്നേ? നീ ഇന്നലെയല്ലേ കണ്ണനെ കണ്ടു തുടങ്ങിയത്? ഇത്രയും കാലം നിന്നെ ഈ പരുവത്തിലാക്കിയത് ഞാനല്ലേ? ചെല്. മാടി. എന്താ എന്താ നിന്റെ ഉദ്ദേശം? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാച്ചാ. അകത്തിരിക്കുന്ന നിന്റെ കെട്ടിയവും കേൾക്കണ്ടെന്ന് വിചാരിച്ചാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഇവളെന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവളുടെ രണ്ടാനച്ഛനാ. അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതല്ലേ. എന്റെ മോൾക്കൊരു കൂട്ടായിക്കോട്ടെ കരുതിയ കമലേശ്വരത്തെ വയ്യാത്ത പയ്യനെ കൊണ്ട് ഇവളെ കെട്ടിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഇവള് സ്വന്തം നില പറഞ്ഞങ്ങ് സഞ്ചരിക്കുക. എന്റെ മോള് വീട്ടിനകത്തും ഇവിടെ ഇവിടെ. കണ്ണേട്ടൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. അവൻ പറഞ്ഞ നീ വരുമോ? വരൂടി. നിന്നോട് ഞാനും എന്റെ അമ്മയും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതാ കണ്ണനെ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളെയും നോക്കണമെന്ന്. കണ്ണനെ വെച്ചു വിളമ്പാൻ മാത്രമല്ല നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടത്.
എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കണം. എന്റെ മോക്ക് മാത്രമല്ലടി, എന്റെ മരുമോനും. കല്യാണം കഴിഞ്ഞ എന്റെ ഭർത്താവ് പറയുന്നത് എനിക്ക് കേൾക്കേണ്ടി വരും. എടി, നീ- വിടച്ച. നിന്റെ- ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.